ബിനീഷ് കിരൺ ചേരുന്നു. കേരള മുൻ ക്യാപ്റ്റൻ കമന്റേറ്റർ ഒക്കെ ആയിട്ടുള്ള ബിനീഷ് ചേരുന്നു. ബിനീഷ്, ഇന്നലെ സത്യത്തിൽ ഒരു ഫുട്ബോൾ ആരാധകർക്ക് ഒരു തരത്തിലും അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു താരം വളരെ നിസ്സഹായനായി പിച്ചിൽ നിൽക്കുന്നു. അദ്ദേഹത്തെ ചിത്രത്തിലേ ഇല്ല എന്ന തരത്തിൽ കാണുന്നത് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒരു കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല. പക്ഷേ എതിരാളികൾക്ക് വലിയ രീതിയിൽ ആനന്ദം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രോളാക്കാൻ വലിയ രീതിയിൽ സാധനങ്ങൾ, മെറ്റീരിയൽ കിട്ടുന്നതുമായിരുന്നു. സത്യത്തിൽ റൊണാൾഡോ ആയിരുന്നു ആ ടീമിൻ്റെ പ്രശ്നം. ഇന്നലെ പോർച്ചുഗലിന് ആ സമനില പോലും റൊണാൾഡോയിൽ നിന്ന്, റൊണാൾഡോയുടെ മോശം പ്രകടനത്തിൽ നിന്നാണോ ഉണ്ടായത്? ഈ ഫൈനൽ എന്തായാലും ഇന്നലത്തെ തീർത്തും മങ്ങിപ്പോയ ഒരു പോർച്ചുഗലിനെയാണ് നമ്മൾ കണ്ടത്. നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്ന്. അതില് ഒരു പങ്കാളി എന്ന നിലയിൽ റൊണാൾഡോനെയും നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം 3 സൂപ്പർ സ്റ്റാർസ് ഗോൾ അടിച്ചിരിക്കുകയാണ്. എംബാപ്പെ, മെസ്സി, അതോടൊപ്പം തന്നെ ഹാലൻഡ്. ഇവരെല്ലാം 2 ഗോളുകൾ, മിനിമം 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോ സംബന്ധിച്ചിടത്തോളം അല്പം സമ്മർദ്ദത്തിലായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ റൊണാൾഡോ ഏത് സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന് സംഭവിച്ചത് ആദ്യം തുടക്കം ഗംഭീരമായിരുന്നു. അവർ ആഗ്രഹിച്ച പോലെ തന്നെ തുടക്കത്തിൽ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. നമുക്കറിയാം, ലോ ബ്ലോക്ക് ഫുട്ബോളാണ് കളിക്കാൻ സാധ്യതയുണ്ടായിരുന്നത് കോങ്കോ. അത് തന്നെയാണ് അവരുടെ ശ്രമം ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യം തന്നെ ഗോൾ കണ്ടെത്താൻ ജാവോ നെവെസിലെ സാധിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ തിയറി ഓൺറി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് റൊണാൾഡോ ഒരു ടീം മാൻ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം സത്യത്തിൽ ടീമിനൊപ്പം കളിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കണം എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ പ്രമുഖ താരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മുൻ താരങ്ങളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അത് റൊണാൾഡോയുടെ പ്രകടനം സത്യത്തിൽ ഇന്നലെ അവർക്ക് വലിയൊരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ റൊണാൾഡോയുടെ വീക്ക് ലിങ്കായി അവിടെ മാറുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും റൊണാൾഡോവും മറ്റു താരങ്ങളും അവർ ഒരേ സെയിം പേജിലല്ലായിരുന്നു ഇന്നത്തെ പ്രകടനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ടീം എല്ലാം വേറൊരു പേജിലും ആ സെയിം പേജിലായിരുന്നില്ല റൊണാൾഡോ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം റൊണാൾഡോ ആസ് പേഴ്സണൽ ആയാൽ പോലും ആ ടീമായിട്ട് ഒരു ഒത്തിണക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും വളരെ പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് ഒക്കെ മറ്റ് സഹതാരങ്ങൾക്ക് പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പോലും അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.